പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ നിർണായകമായ വെടിനിർത്തൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലേക്ക്. തെക്കൻ ലെബനനിൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതോടെ മേഖല വീണ്ടും യുദ്ധഭീതിയിലാണ്. എന്നാൽ സമാധാനത്തിന്റെ വാതിൽ പൂർണ്ണമായും അടയ്ക്കാതെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ഇറാനുമായുള്ള ബന്ധം കൂടുതൽ വഷളാകാതിരിക്കാൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം വട്ട ചർച്ചകൾക്ക് കളമൊരുങ്ങുകയാണിപ്പോൾ. 2 ദിവസത്തിനകം ചർച്ച നടക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ടെങ്കിലും നിബന്ധനകളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും വിരുദ്ധ ധ്രുവങ്ങളിലാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാലപരിധി സംബന്ധിച്ച തർക്കങ്ങളാണ് ചർച്ചകളെ കുഴപ്പിക്കുന്നത്. 5 വർഷത്തെ സാവകാശം ഇറാൻ ആവശ്യപ്പെടുമ്പോൾ 20 വർഷത്തേക്ക് നിയന്ത്രണം വേണമെന്ന കടുത്ത നിലപാടിലാണ് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലെ യുറേനിയം പ്ലാന്റുകൾ നശിപ്പിക്കണമെന്നും അമേരിക്കൻ ഭരണകൂടം കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ കരുത്തുറ്റ നിലപാടിനെ തുടർന്ന് ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചതാണ് റിപ്പോർട്ടുകൾ. 6 ചരക്ക് കപ്പലുകൾ ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്നും മടങ്ങിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വരും ദിവസങ്ങളിലെ ചർച്ചകൾ ആഗോള സാമ്പത്തിക ക്രമത്തെയും എണ്ണ വിപണിയെയും സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. അതേസമയം ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള സായുധ ഗ്രൂപ്പും തമ്മിൽ 1 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിന് പിന്നാലെ ലെബനനും ഇസ്രായേലും വാഷിംഗ്ടണിൽ വെച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള തങ്ങളുടെ ആദ്യത്തെ നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ നടത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതിനെ ഒരു ചരിത്രപരമായ അവസരമായി വിശേഷിപ്പിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നാൽ പെട്ടെന്നുള്ളൊരു വഴിത്തിരിവ് പ്രതീക്ഷിക്കുന്നില്ലെന്നും മുന്നറിയിപ്പ് നൽകി. 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന കൂടിക്കാഴ്ച പതിറ്റാണ്ടുകളായി സാങ്കേതികമായി യുദ്ധത്തിലായിരുന്നതും പ്രധാനമായും പരോക്ഷമായ ആശയവിനിമയത്തെ മാത്രം ആശ്രയിക്കുന്നതുമായ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപഴകലിന്റെ അപൂർവ നിമിഷമായി അടയാളപ്പെടുത്തി. ലെബനനിലെ ഹിസ്ബുള്ളയുടെ പങ്കിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലെ സമാനത ചൂണ്ടിക്കാട്ടി. അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡർ HL ലൈറ്റർ ചർച്ചകളെ വളരെ പോസിറ്റീവായ രീതിയിലാണ് വിവരിച്ചത്. ലെബനൻ സർക്കാർ ഇനി ഹിസ്ബുള്ളയുടെ അധിനിവേശത്തിലാകില്ലെന്ന് വ്യക്തമാക്കിയതായി ലൈറ്റർ പറഞ്ഞു. ഇറാൻ ദുർബലമാക്കിയിരുന്നു, ഹിസ്ബുള്ള നാടകീയമായി ദുർബലമായിരിക്കുന്നു, ഇതൊരു സുവർണ അവസരമാണ് അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയും സംഘർഷവും ഉണ്ടായിരുന്നിട്ടും ഇരുപക്ഷവും തമ്മിലുള്ള അപ്രതീക്ഷിതമായ ഒരു യോജിപ്പാണ് ചർച്ചകൾ വെളിപ്പെടുത്തിയതെന്നും ലൈറ്റർ പറഞ്ഞു. സമവാക്യത്തിന്റെ ഒരേ വശത്താണെന്ന് ഇന്ന് ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങൾക്ക് മറികടക്കാൻ കഴിയുമായിരുന്ന ഏറ്റവും നല്ല കാര്യം അതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹിസ്ബുള്ള എന്ന ഇറാന്റെ അധിനിവേശ ശക്തിയിൽ നിന്നും ലെബനനെ മോചിപ്പിക്കുന്നതിൽ ഞങ്ങൾ രണ്ടുപേരും ഐക്യപ്പെട്ടിരിക്കുന്നു. വിശാലമായ രാഷ്ട്രീയ സുരക്ഷാ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ഭിന്നിച്ചിരിക്കുമ്പോഴും ഹിസ്ബുള്ളയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള പൊതുവായ ആശങ്ക ചർച്ചകളുടെ കേന്ദ്ര വിഷയത്തെ ഈ പരാമർശങ്ങൾ അടിവരയിടുന്നു. എന്നിരുന്നാലും വാഷിംഗ്ടണിലെ അംബാസിഡർ നദ ഹമാദെ മൊവാദ് പ്രതിനിധീകരിച്ച ലെബനൻ ഭാഗത്തു നിന്നും ഉടനടി ഒരു അഭിപ്രായവും ഉണ്ടായില്ല. നിലവിൽ ഹിസ്ബുള്ളയുടെ കാര്യത്തിലുള്ള സമാന നിലപാടുകൾ ഈ ചർച്ചകൾക്ക് വഴി തുറന്നെങ്കിലും തുടരുന്ന യുദ്ധവും അവിശ്വാസവും പ്രധാന ശക്തികളുടെ അഭാവവും നയതന്ത്ര നീക്കങ്ങൾക്ക് വെല്ലുവിളിയായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.